രാംലല്ലയുടെ അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണത്തിന് തുടക്കമായിരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് രാംലല്ലയുടെ പ്രയാണം. അത് എങ്ങനെയാണ് അതിൻ്റെ തുടക്കമായത്? അനുജ, ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വാഹനം അത് മൂടിയിട്ടുള്ള ഒരു വാഹനമാണ്. ആ വാഹനത്തിലാണ് ഈ പുതിയ വിഗ്രഹം രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള രാംലല്ലയുടെ വിഗ്രഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് ഇത് ഉണ്ടാക്കിയത്. കർണാടക സ്വദേശിയായ അരുൺ യോഗിരാജ് യാഥാർത്ഥ്യമാക്കിയ രാംലല്ലയുടെ പ്രയാണമാണ്, ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഈ പ്രയാണം ഈ അയോധ്യ നഗരത്തിലൂടെ ഇന്ന് ക്ഷേത്ര പരിസരത്തേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇത്. നാളെയാണ് ഈ രാംലല്ല അത് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് അവിടെ എത്തിക്കുന്നത്. അവിടെ ആ സാനിറ്റോറിയം അവിടെ ഈ രാംലല്ല വെക്കുന്നത് നാളെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ രാംലല്ലയുടെ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഈ പ്രയാണ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിന് ഒടുവിലാണ് ഈ രാംലല്ല തയ്യാറാക്കി. ബാലനായ രാമൻ, ഏതാണ്ട് 5 വയസ്സ് വരുന്ന രീതിയിൽ ഉള്ള രാമനായിട്ടുള്ള ബാലന്റെ ഒരു വിഗ്രഹമാണ് ഇവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഗ്രഹമായിരിക്കും ഈ പുതിയ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന എല്ലാ വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള വ്യക്തി, ലീഗൽ പേഴ്സൺ എന്ന രീതിയിൽ രാംലല്ലയാണ് എത്തിയിരുന്നത്. അതുകൊണ്ട് രാംലല്ലയ്ക്കാണ് ഈ ഭൂമി സുപ്രീം കോടതി അനുവദിച്ച് നൽകിയത്. രാംലല്ലയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് ട്രസ്റ്റ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ രാംലല്ലയും വഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഉള്ള ഈ രാംലല്ല ക്ഷേത്ര പരിസരത്തേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് ഇപ്പോൾ കാണുന്നത്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കിയാണ് ഈ രാംലല്ലയുടെ പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിലേക്ക് എത്തും ആർ കെ? അനുജ, ഇവിടെ നിന്ന് ഏതാണ്ട് 4 മുതൽ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഈ പുതിയ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അവിടേക്ക് പക്ഷേ എത്തുന്ന ഒരു സമയം നമുക്കിപ്പോഴും പ്രവചിക്കാൻ സാധ്യമല്ല. കാരണം അത്ര പതുക്കെ മാത്രമേ ഈ രാംലല്ലയുടെ പ്രയാണം നഗരത്തിലൂടെ സാധ്യമാവുകയുള്ളൂ. വലിയ നിയന്ത്രണങ്ങൾക്ക് എല്ലാം ഇടയിലൂടെയാണ് ഈ രാംലല്ല ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. അതുകൊണ്ട് ഏതായാലും ഒരു 2 മണിക്കൂറിനുള്ളിൽ രാംലല്ല ക്ഷേത്രത്തിലേക്ക് എത്തും എന്നാണ് ഈ സംഘാടകർ പറയുന്നത്. പക്ഷേ വേഗത്തിൽ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ക്ഷേത്രപ്രവേശനം ഉണ്ടാകും. ഇന്ന് ക്ഷേത്രത്തിൽ വിഗ്രഹം എത്തുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചടങ്ങുകളിലേക്ക് കടക്കില്ല. രാംലല്ല ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉണ്ടാവുക. നാളെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കുന്ന മേഖലയിൽ ഈ രാംലല്ല വയ്ക്കുന്നത്. അതിനുശേഷമുള്ള ആചാരങ്ങൾ അതിനെല്ലാം തുടക്കമാകുന്നതും നാളെയാണ്. ഈ ആചാരങ്ങളുടെ ഒടുവിലാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. പ്രാണപ്രതിഷ്ഠ കർമ്മങ്ങളോടുകൂടിയാണ് ഈ ചടങ്ങുകൾ അവസാനിക്കുക. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി വലിയ സന്യാസി സംഘമാണ് ഈ അയോധ്യയിൽ ഉള്ളത്. ഏതാണ്ട് 4000-ഓളം സന്യാസിമാർ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സന്യാസി വര്യന്മാരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് അടക്കം ഉള്ള സന്യാസി വര്യന്മാരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നാളെ തുടങ്ങുന്ന ഈ രാംലല്ല ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നാൽ അതിനുശേഷം അവിടെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകൾ നാളെ ആരംഭിക്കുകയാണ്. അങ്ങനെ വലിയ ആഘോഷപൂർവ്വം ഈ രാംലല്ലയുടെ ക്ഷേത്രപ്രവേശനം ഇന്ന് നടക്കുന്നു. തുടർന്ന് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നാളെ തുടക്കമാകുന്നു. അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഥാപിക്കാനുള്ള രാംലല്ല അത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതിന്റെ പ്രയാണം തത്സമയ വിവരങ്ങളാണ് അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകിയത്.